കാസർഗോഡ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചു. കോവിഡ് കാരണമാണ് തീരുമാനമെന്ന വിചിത്ര വിശദീകരണവുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തി. ഈ മാസം 24-ാം തീയതി വരെയുള്ള എല്ലാ ടെസ്റ്റുകളും റദ്ദാക്കിയതായാണ് അറിയിപ്പ്. വിവരങ്ങളുമായി അർജുൻ ഹേമ നമുക്കൊപ്പം തയ്യാറാണ്. അർജുൻ ഹേമ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ആർക്കാണ് എവിടെയാണ് കോവിഡ് പടർന്നു പിടിക്കുന്നത്? അതേക്കുറിച്ച് എന്തെങ്കിലും നമ്മൾ വാർത്തയിലോ ഒന്നും കേട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അർജുനോട് അത് ആദ്യമേ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിചിത്രമായ വിശദീകരണം വരുന്നത്? പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നോ? അതേ തുടർന്നാണോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? സുജയ, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിചിത്രമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് പോയതെന്ന് അറിയില്ല. ഏതായാലും ഈ ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏപ്രിൽ 22-ാം തീയതിയാണ് ഇത്തരത്തിൽ ഈ ടെസ്റ്റിന് വേണ്ടി തയ്യാറെടുത്ത ആളുകളുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. ഈ കോവിഡ് കാരണം ഈ ടെസ്റ്റ് മാറ്റിവെച്ചു എന്നുള്ള ഒരു മെസ്സേജാണ് വന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധമുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാം, കറുത്ത കൊടികളടക്കം ഉയർത്തുന്ന ഒരു സാഹചര്യമാണ്. ഞാനിപ്പോൾ കാസർഗോഡ് RTOയ്ക്ക് കീഴിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടിലാണുള്ളത്. ഇവിടെ ഒന്നും ഇന്നില്ല. ഒരു ഉദ്യോഗസ്ഥരൊന്നും തന്നെ എത്തിയിട്ടില്ല. പ്ലക്കാർഡുകൾ അടക്കം നിരത്തി ഇവിടെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. അതിൽ ഗതാഗത വകുപ്പ് മന്ത്രിയെ നീതി പാലിക്കുക, അതുപോലെ കരിനിയമങ്ങൾ പിൻവലിക്കുക, അത്തരത്തിൽ കുറച്ച് പ്ലക്കാർഡുകൾ കാണാൻ കഴിയും. നമുക്കിപ്പോൾ ഇവിടെ കുറച്ച് ആളുകൾ ചേരുന്നുണ്ട്. അതിൽ ഇവർ പറയുന്നത് പ്രകാരം ഈ മാസം 24-ാം തീയതി വരെയുള്ള എല്ലാ ടെസ്റ്റുകളും വച്ചതായിട്ടാണ് ഇവർക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. അന്വേഷണം നടത്തിയപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് കൃത്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഇല്ല എന്ന് തന്നെയാണ്. ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. 24-ാം തീയതി വരെയാണ് ടെസ്റ്റ് നിർത്തിവച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊരു മെസ്സേജും ഈ മൊബൈലിൽ വന്നു. ഇതിൽ ഏപ്രിൽ 22-ാം തീയതിയാണ് ഇത്തരത്തിലൊരു മെസ്സേജ് വന്നിരിക്കുന്നത്. ഇന്ന് ടെസ്റ്റ് ഉണ്ടായിരുന്നു, അത് മാറ്റിവെച്ചു. എങ്ങനെയാണ് ഇതിപ്പം നമ്മൾ സാധാരണ എല്ലാവർക്കും പഠിപ്പിച്ചിട്ടെല്ലാം റെഡിയാക്കിയിട്ട് നിർത്തിയതാണ്. കാരണം ഇപ്പം അവർ പറയുന്നു ഈ ഡേറ്റിന് പിന്നെ നമ്മളെ ടെസ്റ്റ് ക്യാൻസൽ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിന്. നോക്കുമ്പോൾ കോവിഡ് എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നുള്ളത്. അപ്പോൾ RTOയോട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുകയാണ് അത് മൊത്തത്തിലുള്ളതാണ്, പിന്നെ അതുകൊണ്ട് നിങ്ങൾ ഡേറ്റ് മാറ്റിയെടുക്കണം. പക്ഷേ ഇന്നലെ ഒരാൾ ഇപ്പോൾ ഗൾഫിൽ ചോദിച്ചില്ലേ? കാരണം കോവിഡൊക്കെ പോയിട്ട് എന്തായാലും 2 വർഷത്തിന് മുകളിലായി. അതെ, അത് ചോദിച്ചപ്പോൾ അവരൊന്നും ഉണ്ടെന്നില്ല. ഇതെല്ലാം മുകളിൽ നിന്ന് ഉത്തരവാന്ന് പറയുന്നത്. ഈ മുകളിലുള്ള ഉത്തരവ് ആരുതെന്ന് അവർ പറയുന്നില്ല. അപ്പോൾ ഇപ്പോൾ ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇത് കോവിഡായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്, കോവിഡിന് ശേഷം കാസർഗോഡ് എല്ലാ മേഖലയിലും എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിലുടെയും ജനങ്ങളെ. ഇപ്പോൾ ഒരു ലൈസൻസ് എടുക്കാൻ ഒരാൾ ഗൾഫിൽ നിന്ന് വരികയാണെങ്കിൽ 3 മാസം 2 മാസം ലീവിൽ വരുന്നത്, അവർക്ക് ലൈസൻസ് കിട്ടി. അപ്പോൾ എൻ്റെ മുമ്പിലുള്ള പേപ്പർ കണ്ടില്ലേ, ഇത്രയും ദ്രോഹമാണ്. 6 മാസം കഴിയണം. തൊട്ടടുത്ത കർണാടകയിൽ പോയി 45 ദിവസത്തെ ലൈസൻസ് കരസ്ഥമാക്കുന്നുണ്ട്. ഇത് 4/2024 സർക്കുലറിനെ പിന്താങ്ങിക്കൊണ്ടുള്ള പുതിയൊരു പരിഷ്കരണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ ഒരു തന്ത്രപ്പാടാണ്. ഈ ഇത്തരത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. ആ കുട്ടികൾക്ക് 3 മാസത്തിന് ശേഷമാണ് ലേണേഴ്സിന്റെ ഡേറ്റ് ഇടുന്നത്. പിന്നെ 2 മാസം വീണ്ടും കാത്തിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഈ ടെസ്റ്റിന് ഡേറ്റ് ഇടുന്നു, അത് ഇല്ലാതാകുന്നു. അതായത് 22-ാം തീയതി മെസ്സേജ് വരുന്നു. ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഇത് ഏറ്റവും ദ്രോഹം, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള രീതിയിൽ 6 മാസം ഒരു ലൈസൻസിന് വേണ്ടി 6 മാസം ടൈം എടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. ഒരു മാസത്തിനകം സ്റ്റുഡൻസിനുള്ള ബുദ്ധിമുട്ട്, കാര്യങ്ങളില്ല. നാട്ടുകാർ ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമായിട്ടാണ് ഞങ്ങൾ ഇത് കാണുന്നുള്ളത്. സുജയ, വലിയൊരു പ്രതിഷേധം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടെ പഠിക്കാനെത്തുന്ന ആളുകൾ ചെയ്യുന്ന വേറൊരു തന്ത്രം എന്ന് പറഞ്ഞാൽ കർണാടകയിൽ പോയിട്ട് ലൈസൻസ് എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അവിടെ 45 ദിവസങ്ങൾക്കകം തന്നെ ലൈസൻസ് കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നിരവധി ഇത്തരത്തിൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് ലൈസൻസ് എടുക്കേണ്ട അവസ്ഥയാണ് ഇത്തരം സാഹചര്യങ്ങളിലൂടെ ഉണ്ടാകുന്നത്. മോട്ടോർ വാഹന വകുപ്പിനോടൊക്കെ ഇതിൻ്റെ ഒരു പ്രതികരണം ചോദിക്കുമ്പോൾ അവർ സൗകര്യമില്ല എന്നും ഇത്തരത്തിലൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, എല്ലായിടങ്ങളിലും ഈ മെസ്സേജ് നൽകിയിട്ടുമുണ്ട്, അതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന ഒരു സാഹചര്യം. എങ്ങനെയാ സന്ദേശം വന്നു എന്നുള്ളതിലേക്ക് നമ്മുടെ അന്വേഷണം നീളണം അർജുൻ ഹേമ. കാരണം ഇപ്പോൾ കോവിഡ് പാൻഡമിക് കേരളത്തിൽ ഒരിടത്തും പടർന്നു പിടിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിലും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സന്ദേശം വരുന്നു? ആ സന്ദേശത്തിലൂടെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നിർത്തിവെക്കുന്നു എന്നുള്ളത്, അതിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന്, ഒപ്പം ബന്ധപ്പെട്ട വകുപ്പ് അധികൃതരിൽ നിന്ന്, മന്ത്രിയിൽ നിന്നൊക്കെ നമുക്ക് പ്രതികരണം തേടാവുന്നതാണ്.